ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല അടിപൊളി പൂരിയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ പൂരി എപ്പോഴും ട്രൈ ചെയ്യാറുള്ളത് മൈദപ്പൊടി വെച്ചിട്ടാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല ഫ്ലഫി സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പൂരിയാണ്. അപ്പോൾ നമുക്ക് പൂരിയുടെ കുറച്ചും കൂടി ഒരു ഹെൽത്തി വേർഷനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാ ഗോതമ്പ് പൊടി തന്നെ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയോ കവറിൽ വാങ്ങിക്കുന്ന ആട്ടപ്പൊടി ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരിക. 1 കപ്പ് ആട്ടപ്പൊടിയിലേക്കാണ് കേട്ടോ. പാകത്തിനുള്ള ഉപ്പ്. ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഈ പാത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അടുപ്പിൽ നിന്ന് എടുത്ത് നല്ല ചൂടുള്ള വെള്ളമാണ്. അതൊഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ആ വെള്ളം എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ, പക്ഷേ ചപ്പാത്തിയുടെ അത്ര തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. പരമാവധി വെള്ളം കുറച്ചൊഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ച് വെക്കുക. ഈ റവ ഉള്ളത് കൊണ്ട് കുറച്ച് വെള്ളം, അത് റവ ഒന്ന് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ അത് പ്രശ്നമാക്കണ്ട. നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്നുകൂടി ഹാർഡായിക്കോളും. ഇപ്പോൾ മാവ് നമ്മൾ സാധാ ചപ്പാത്തി ആ ഒരു പരുവത്തിലാണുള്ളത്. ഇനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പുറം ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ അടച്ച് വെക്കുകയാണ്. ഇനി നമ്മളൊരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞു. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ബോളാക്കി എടുക്കണം. ഞാൻ തീരെ ചെറിയ പൂരിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് വലിയ പൂരിയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ഓയിൽ ഒഴിക്കണമല്ലോ. അപ്പം ഞാൻ ആ സൗകര്യത്തിന് വേണ്ടിയിട്ട് വളരെ ചെറിയ പൂരിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് തീരെ ചെറിയ പൂരിയാണ് ചെയ്യണത്. ഓരോന്നും ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കുക. ഉരുട്ടിയെടുക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാനിങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരി പ്രസ്സിലാണ് ചെയ്തെടുക്കുന്നത്. പത്തിരി പ്രസ് ഇല്ല എന്ന് വെച്ചിട്ട് പ്രശ്നമാക്കണ്ട. നമുക്ക് സാധാരണ പോലെ പരത്തിയിട്ടും ചെയ്യാവുന്നതാണ്. പത്തിരി പ്രസ്സിൽ ഞാൻ 2 സൈഡിലും എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ബോളിൻ്റെ പുറത്തും കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പരന്ന് വരാനും എല്ലായിടത്തും ഈവനായിട്ട് ഒരേപോലെ ആയി വരാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്യണത്. ജസ്റ്റ് ഒന്ന് അങ്ങ് അമർത്തി കൊടുത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. പിന്നെ പരത്തേണ്ട ആവശ്യമില്ല, നേരെ അങ്ങ് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് കനത്തിലല്ല ഉള്ളത്. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. ഞാനൊരു 3-4 എണ്ണം അങ്ങനെ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്യുമ്പോൾ അവിടെ തന്നെ നിന്നങ്ങനെ ഓരോന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ആക്കിയെടുക്കുക, നേരെ എണ്ണയിലേക്ക് ഇടുക, അങ്ങനെ ചെയ്താൽ മതി. നന്നായി എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. പക്ഷേ നമ്മൾ പൂരി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാവണം ഉണ്ടാവേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ മുറിക്കുമ്പോഴൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പക്ഷേ അകമേ നല്ല സോഫ്റ്റ് ആയിരിക്കും. കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. നമ്മൾ ഒരെണ്ണം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അടുത്തൊരെണ്ണം പ്രസ് ചെയ്യുമ്പോഴേക്കും അത് തിരിച്ചിടാനാവും. അങ്ങനെ ഓരോന്ന് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. ഈ മാവ് കുഴയ്ക്കുമ്പോൾ പഞ്ചസാര കൂടി ചേർക്കാം. അതിഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. പഞ്ചസാര ഉണ്ടായിരുന്നാൽ നല്ലതാണ്. കുറച്ചുകൂടി ഒന്നൊരു ക്രിസ്പി ആയി കിട്ടും. മാത്രമല്ല കളറും ഒന്ന് മാറും.
ഒത്തിരി എണ്ണ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഞാൻ പക്ഷേ വളരെ കുറച്ച് എണ്ണയിലാണ് ചെയ്തത്. കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കണം, അല്ലെങ്കിൽ പിന്നെ ആ എണ്ണ കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എണ്ണ എടുത്തുള്ളൂ. ഞാൻ പാം ഓയിലാണ് കേട്ടോ എടുത്തത്. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഞാൻ പക്ഷേ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ നിൽക്കുന്നത്. തീരെ ചെറിയ പൂരിയായിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതും. നിങ്ങൾക്ക് വലിയ പൂരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ, അല്ലെങ്കിൽ ഇതുപോലത്തെ പാൻ തന്നെ മതി, ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. എന്തുതന്നെ ആയാലും അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ റവ ചേർക്കാൻ ഒരിക്കലും വിട്ടു പോകരുത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ റവ മാത്രം മതി. ഇപ്പോൾ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ്. ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. മൈദ വെച്ചിട്ടാണ് പൂരി ചെയ്യുന്നതെങ്കിൽ നമുക്കത് കടിച്ചു വറക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഹാർഡായിരിക്കും. ഇതങ്ങനെയില്ല. മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു സോഫ്റ്റ്നെസ് ഒരുപാട് സമയത്തേക്ക് നിൽക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്